അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഷോപ്പിംഗ് കൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ജലാബിയ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മോൾക്ക് നാളെ സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു അറബിക് കോസ്റ്റ്യൂം വേണമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ അബായ അല്ലെങ്കിൽ ജലാബിയ പോലത്തെ എന്തെങ്കിലും ഇടാമെന്നാണ്. അപ്പോൾ അബായ മോളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ചെറുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ചെറുതാണ്, സ്കൂളിലേക്കൊന്നും ഇട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ജലാബിയ വാങ്ങിക്കാം. എനിക്ക് കുറേ നാളായിട്ട് ആൾക്കൊരു ജലാബിയ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ഇങ്ങനെ ഈ ലോക്കൽസിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ജലാബിയ ഇട്ട് പോകുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ചെറുതാവുന്ന സമയത്തൊക്കെ എനിക്ക് ഉപ്പ വാങ്ങിച്ചിട്ട് വരുമായിരുന്നു ഇങ്ങനെ ജലാബീസൊക്കെ. അപ്പോൾ അതേമാതിരി എനിക്കൊരു പൂതി, മോൾക്ക് ഇട്ട് കൊടുക്കണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു മടിയാണ്, ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്യൂലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു അവസരമാണ് വാങ്ങിക്കാനുള്ളത്, കാരണം എന്തായാലും സ്കൂളിലേക്ക് ഇട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ആ എയർപോർട്ട് റോഡിൽ ഒരുപാട് ഷോപ്സ് ഉണ്ടല്ലോ, അവിടെ പോയി നോക്കി. അപ്പോൾ അവിടെ പോയി നോക്കിയ സമയത്ത് അവിടെ കുട്ടികൾക്കില്ല, വലിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു മദീന സൈദിൽ നോക്കി ചിലപ്പോൾ അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മദീന സൈദിൽ പോയ സമയത്ത് അവിടെ കുറച്ച് ഷോപ്സിലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഷോപ്പിൽ നമ്മൾ കയറിയതാണ്. Come here. What's your name? Azer. Yeah. So cute of you. Nice name. ये वाला खोल के देगा. Come, have a look. Wow, it's so pretty. MashaAllah. See? For your mom? It's cute. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാകും, നമ്മൾ ഓരോ കളറ് ഡ്രസ്സ് അല്ലെങ്കിൽ ഓരോ തീം ഡ്രസ്സൊക്കെ ഒപ്പിക്കണം എന്നുള്ളത്. ഞാനിങ്ങനെ പാരൻസിൻ്റെ ഓരോ റീൽസൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള, അതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മോള് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ ഓരോ വീക്കിൽ ഓരോന്നുണ്ടാവും, ചിലപ്പം ഈ വീക്കിൽ ഇന്ന കളറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് തരും. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു റീലിനെ പറ്റിയിട്ട് ആലോചിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പം അവർ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പം പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇറങ്ങിയതാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് 1-2 പ്രിൻസൊക്കെ ഇട്ട് നോക്കി. പിന്നെ ആ ഒരു സൈസിൽ അങ്ങനെ കുറേ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചിലതൊക്കെ ഭയങ്കര കളറും ഭയങ്കര ലൗഡ് പ്രിൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ തമ്മിൽ ഭേദം നമുക്ക് ആ ഒരു പീച്ചാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ആ ഒരു പീച്ച് കളറ് ജലാബി എടുത്തിട്ട് നമ്മളങ്ങനെ പോന്നു. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലും പിന്നെ മോളുടെ ടിഫിൻ ഒരുക്കുന്ന തിരക്കിലൊക്കെയാണ്. ഇന്നിപ്പം ഒരു അറബിക് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡും അവർ ആ ഒരു രീതിയിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പീറ്റ ബ്രെഡും ഹുമ്മൂസും ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹുമ്മസിനുള്ള ചിക്ക് പീസൊക്കെ ഞാൻ തലേന്ന് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ അത് വേവിക്കലും ഉണ്ടാക്കലൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു സാലഡോ എന്തെങ്കിലും, പിന്നെ അറബിക്
റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് അങ്ങനെ വലിയ കഴിക്കുന്ന ഒരാളൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവർ കഴിക്കും കൂടി വേണമല്ലോ. അപ്പോൾ അവൾ കഴിക്കുമെന്ന് തോന്നിയൊരു വെജിറ്റബിൾ ക്യാരറ്റാണ്. അപ്പോൾ അത് ഞാനൊരു 2 ചെറിയ പീസ് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്ക് പീസും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പീറ്റ ബ്രെഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്, അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹുമ്മൂസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ എന്തെങ്കിലും ഒരു അറബിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത്, ഒന്നെങ്കിലും മാമൂല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അവളതൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡേറ്റ്സ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കഴിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഓരോരോ പീസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പീറ്റ ബ്രെഡ് ഹുമ്മൂസും മാത്രം ഫുള്ള് കഴിച്ച്, ബാക്കിയൊക്കെ ഓരോരോ പീസ് നോക്കിയിട്ട് അങ്ങനെ തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മോളെ വിളിച്ചുണർത്തിയിട്ട് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് പിന്നെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അവളെ ബാത്റൂമിൽ ഇരുത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരിക. I love you so much. I love you so. Wow, super. Nana loved it, Jeffy. Nana loved it. പ്രിൻസസ് Princess Marina. I love the cool bubble തന്നല്ലേ. തലങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കുക, ഇങ്ങനെ ആക്കിക്കുക, പൊന്തിച്ച് നോക്കി ഉണ്ടോ? ഇല്ല. ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ ഇത് ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മളിവിടെ ഈ അറബിക് ഗേൾസൊക്കെ തലയിൽ ഇങ്ങനെ ഇടുന്നത് കാണാം. അപ്പം ടീച്ചർ റെഫറൻസ് അയച്ച സമയത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മദീന സയ്യിദിൽ പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ അങ്ങനെ അവൾക്ക് പറ്റിയൊരു സൈസിലുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി വെച്ച് വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ റെഡിയാക്കി അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞാനും റെഡിയായി. അങ്ങനെ നമ്മൾ വേഗത്തിൽ തന്നെ പോയി. പിന്നെ അവളെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു മീ ടൈമാണ്. ഞാൻ വന്നോടെ തന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കാതെയാണ് പോവുക. പോയി വന്നിട്ട് സമാധാനത്തിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. ഒന്നെങ്കിൽ ലഞ്ച് കുക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെടിയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോള് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ചെടിയിലേക്കൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു ചെടി ഉണങ്ങിയത് കാണുമ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നല്ലാണ്ട് നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായി പോകും. നോക്കാൻ സമയമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ നമുക്ക് ഏതൊരു ഹാബിറ്റും അത് നമുക്ക് കുറച്ച് ദിവസം നമ്മളത് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊരു റുട്ടീനായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മോളെ എണീപ്പിക്കലും കൊണ്ടാക്കലും അങ്ങനെ അതൊരു റുട്ടീനായി സെറ്റായി വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സെറ്റായി വരുന്ന ആ ഒരു സമയം എനിക്ക് ചെടിയിൽ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ ഒരു ചെടിയിലേക്ക് ഞാൻ മെനക്കെട്ടിരിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ചെടിയിൽ അതിൽ പുതിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി കുഴിച്ചിടണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ മാത്രമല്ല അതൊരു ചെറിയ ചട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് സ്ഥലം ഉണ്ടാവില്ലല്ലോ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കുഴിച്ചിടണമെന്ന് ഞാൻ ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ അതിലേക്കൊന്നും ഇങ്ങോട്ട് എത്താനുള്ള ഒരു സമയം അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ സമയമില്ല എന്നല്ല, സമയമൊക്കെ ഉണ്ട്. രാവിലെ ഒന്നും അങ്ങനെ സമയം കിട്ടാറില്ല. അവൾ വന്ന് അവൾക്കുള്ള ലഞ്ചൊക്കെ കൊടുത്ത് അവളൊന്ന് ഉറക്കിയതിന് ശേഷം എനിക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട്. പക്ഷെ ആ ഒരു സമയം എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും. പിന്നെ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പം അങ്ങനെ കുറച്ചൊക്കെ സെറ്റായി വന്ന്. പിന്നെ അതുപോലെ 1-2 ചെടികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാതായിട്ട് തന്നെ അതിങ്ങനെ ഉണങ്ങി പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുകയാണ്. കാരണം ചട്ടിയിലായിട്ട് അത് ഉണ്ടാവുന്നില്ല. അപ്പം ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുകയാണ്. അപ്പം ഈ ഒരു റെഡ് ചെടിയൊക്കെ ഞാൻ ഇതേമാതിരി തന്നെ മാറ്റി വെള്ളത്തിലേക്ക് വെച്ചതായിരുന്നു, ചട്ടിയിൽ ഉണ്ടാവാഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത സമയത്ത് അതിൽ പുതിയ ഇലയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനും സുഖമാണ് വെള്ളത്തിലിടുന്ന സമയത്ത്. അപ്പം ഞാനും ആ ഒരു ചെടിയും അതിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചെടിയൊക്കെ നനച്ചു കൊടുത്തിട്ട് കുറേ ദിവസമായെന്ന് തോന്നുന്നു. ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് മണ്ണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നല്ലാതെ മുഴുവനായിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിവിടെ അങ്ങനെ എപ്പോഴൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 ആഴ്ചയിലൊക്കെ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഞാനിവിടെ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചതായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ചെടി ഭയങ്കര എന്തൊരു വാട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം കിച്ചണിൽ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിലും കുറച്ച് സൺലൈറ്റും കിട്ടും. എന്നാൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആവും ചെയ്യും. അപ്പം ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന തോന്നുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം അവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കുക. എന്നിട്ട് അതൊന്ന് റെഡി ആയതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ ഇതിപ്പം കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ പുതിയ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നനയ്ക്കലൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എനിക്ക് മഞ്ഞ ഇലയും അല്ലെങ്കിൽ കരിഞ്ഞ ഇലയൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണല്ലോ. ഞാൻ നോക്കാഞ്ഞിട്ടാണല്ലോ അത് കേടുവന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണല്ലോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫുള്ള് ഗ്രീനായിട്ട് കാണുമ്പോൾ ഒരു സമാധാനം കേട്ടോ. പിന്നെ അങ്ങനെ ചെടിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഐക്യന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം ഞാൻ ഐക്യ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം ഐക്യയിൽ കുറച്ച് സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സെയിൽ തന്നെ നടക്കുന്നുണ്ട്. 25-70% അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അധികം ഈ സെയിലുള്ള സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക. അപ്പം എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്കും ഐക്യയിൽ പോയാൽ അവിടെ ഈ കളർ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോയി നോക്കിയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അൽവാദ ഐക്യയിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഉണ്ടാവുള്ളൂ. യാസാണ് ഒന്നും കൂടി വലുതായിട്ടുള്ളത്. അപ്പോൾ യാസിൽ പോകാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അൽവാദ പോയ സമയത്ത് കുറച്ച് പ്രൊഡക്ട്സൊക്കെ നോക്കി അങ്ങനെ ഞാൻ
കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. കിച്ചൺ ടവലും വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു നല്ലൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ബാംബൂ ബാസ്ക്കറ്റ്. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മെയിനായിട്ട് എനിക്ക് സിപ്പ് ലോക്ക് ബാഗ് വേണമായിരുന്നു. അപ്പോൾ ഈ എപ്പോഴും സിപ്പ് ലോക്ക് ബാഗ് ഞാനിങ്ങനെ സെയിലുണ്ടാകുന്ന സമയത്താണ് വാങ്ങിച്ചു വെക്കാറ്. പിന്നെ ഐക്യൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കാലം നിൽക്കാറുണ്ട് കേട്ടോ. കാരണം ഞാനത് വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്താലും പിന്നെ ഞാനത് വീണ്ടും കഴുകിയിട്ട് ഞാനത് വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. കാരണം നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2-3-4 തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നിൽക്കും ഐക്ക് തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു. അതെന്തായാലും ഒന്ന് വാങ്ങിക്കണമായിരുന്നു. പിന്നെ നല്ലൊരു ത്രോ കണ്ട്. അപ്പോൾ ഈ ത്രോ ഓഫർ കണ്ട സമയത്ത് ഞാനതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ നാളായി ഒരു ത്രോ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സക്ഷൻ്റെ കുറച്ച് ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചത് കാരണം പിന്നീട് നമുക്കത് വേണ്ട സമയത്ത് അതിന് ഓഫറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല ഓഫറായിരുന്നു. കാരണം 10 dirhams എന്തോ ഒന്ന് കുറവുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ സക്ഷൻ്റെ ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. അപ്പോൾ അത് എനിക്ക് സക്ഷൻ്റെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കാരണം നമ്മളിങ്ങനെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സക്ഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്, നമുക്ക് ബാത്റൂമൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ശരിക്കും ഐക്കിയ കുറേ മുന്നേ പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ആസീസ് കൗണ്ടറിൽ നിന്ന് എടുത്തതാണ് അവിടുത്തെ. അപ്പോൾ ഇത് ആസീസ് കൗണ്ടർ അറിയുന്നുണ്ടാവും. ഐക്കിയയിൽ ഇങ്ങനെ നമുക്ക് അവർ ഡിസ്പ്ലേക്ക് വെച്ച പീസ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുള്ള പീസൊക്കെ അവരിങ്ങനെ ആസീസ് കൗണ്ടറിൽ വെക്കും. അപ്പോൾ ഇതങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി അവർ ഡിസ്പ്ലേയിൽ വെച്ച പീസ് ആയതുകൊണ്ടായിരിക്കും. അപ്പം അത് ഹാഫ് പ്രൈസിന് എന്തോ ആയിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് കിച്ചൺ ടവൽസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിച്ചൺ ടവൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും നല്ല പ്രിൻറ്റിൽ കണ്ട സമയത്ത് അതൊന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മോളെ പിക്ക് ചെയ്യാനുള്ള സമയമായി. അപ്പം പിന്നെ മോളെ പിക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെ സമയം നമുക്ക് കിട്ടുള്ളൂ. രാവിലെ അവളെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടോ തീരുമ്പോഴത്തേക്കും അവളെ തിരിച്ചു കൊണ്ടുവരാനാവും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.